നമസ്കാരം. കാനറ ബാങ്കിലേക്ക് നാമികയാണ് സഹായിക്കേണ്ടത്. നമസ്കാരം. ഞാൻ വിളിച്ചത് കാനറ ബാങ്കിൽ ഓൾറെഡി 2 ലോൺ ഉണ്ട് എനിക്ക്. ശരിക്കും സൗണ്ടിൽ പറയണേ. കാനറ ബാങ്കിൽ 2 ലോൺ ഉണ്ട് എനിക്ക്. 2 ലോൺ. ഓക്കെ. ഒരു ഹോം ലോണ്, പിന്നെ ഒന്നൊരു മുദ്ര ലോണ്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മുദ്ര ലോണ് ഓൾറെഡി നമുക്കിപ്പം ഇയർലി ഒരു ചാർജ് എന്ന് പറഞ്ഞ് 7000 സംതിങ് രൂപ വന്നിട്ടുണ്ട്. 8000 രൂപയുടെ അടുത്ത്. ഇത് നമ്മൾ ഓൾറെഡി നമുക്കൊരു ചെറിയ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എമൗണ്ട് എടുക്കുമ്പം അതിൽ ഓൾറെഡി സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ അതും ഇതും പിടിച്ചിട്ട് നമുക്കൊരു ഫണ്ട് കിട്ടുന്നു. പിന്നീട് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നു. ഇത് കൂടാതെ ഇയർലി 8000 രൂപയുടെ അടുത്ത് ചാർജ് അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ലോൺ തരുന്നത്? നമ്മൾ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും? സാറിന് 8000 രൂപ വീതം ഇയർലി അടയ്ക്കാൻ പറഞ്ഞോ? 7000 സംതിങ് രൂപ ഇയർലി അടയ്ക്കാൻ പറഞ്ഞൊരു ചാർജ് വന്നിരിക്കുകയാണ്. അത് എല്ലാ വർഷവും വരുന്നതാണ് പറയുന്നത്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു സെക്ഷൻ. അല്ല, ഇൻട്രസ്റ്റ് ഓൾറെഡി വരുന്നുണ്ടല്ലോ. കാരണം നമ്മൾ അടയ്ക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് 12 സംതിങ്ങോ അങ്ങാണ്ട് അടയ്ക്കുന്നു. അതിൻ്റെ അകത്ത് 10,000 രൂപയുടെ അടുത്ത് ഇൻട്രസ്റ്റ് പോകുന്നുണ്ട് മാസം. അത് മാസം പോകുന്ന സംഭവം. ഇത് കൂടാതെ പ്ലസ് ഇയർലി ഒരു 8000 രൂപയുടെ അടുത്ത് 7000 സംതിങ് രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട് വരുന്നു. അത് ഇയർലി ഒരു ചാർജാന്ന് പറഞ്ഞോണ്ട് ഇതെന്തിനാണ് പിന്നെ ഈ ലോൺ തന്നെ എന്താണെന്നറിയില്ല. ഇയർലി ഒരു ചാർജ് അത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇയർലി ചാർജസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിലും കാണിക്കുന്നുണ്ട്. അത് വിളിച്ചു ചോദിക്കുമ്പോൾ അവരും പറയുന്നുണ്ട് അത് എന്തോ സർക്കാരിലേക്ക് അടയ്ക്കാനാണോ എന്തൊക്കെ പറഞ്ഞ സ്കീമാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ നമുക്ക് ഈ ഫണ്ട് തരുന്നത്? സാറിനുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നു. സാർ ഞാനൊന്ന് ക്ലോസ് ചെക്ക് ചെയ്തോട്ടോ. ഹോൾഡിൽ തുടർന്നതിന് നല്ല ടാസ്ക്. സാർ ഞാനിവിടെ ചെക്ക് ചെയ്തപ്പം സാർ ലൈനിൽ ഓക്കെ സാർ, ഞാനിവിടെ ചെക്ക് ചെയ്തപ്പം ഈ മുദ്രാ ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് നരേന്ദ്രമോദിയുടെ ഒരു ഗവൺമെന്റ് സ്കീം എന്ന് വരുന്നതാണ് സാർ. ആ ഒരു എമൗണ്ട് നമുക്ക് ആ ഒരു സ്കീം വരുന്നത് ഗവൺമെന്റ് സെക്ടറിനാണ്. അപ്പം അത് ഗവൺമെന്റിലേക്ക് അതിന്റെ ഇത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് പോലെ തന്നെ അടയ്ക്കണം എന്നുള്ളതാണ് സാർ. ബാങ്കിന്റെ സൈഡിലേക്കുള്ള ഇൻട്രസ്റ്റ് അല്ല സാർ, അത് ഗവൺമെന്റ് സെക്ടറിലേക്ക് നമ്മൾ ഇത്ര ഒരു എമൗണ്ട് അടയ്ക്കണമെന്നുണ്ട് സാർ. നമ്മൾ എടുക്കുന്ന എമൗണ്ടിന് അനുസരിച്ച് ഒരു എമൗണ്ട് മുദ്ര ലോൺ കൊടുക്കുന്നത് സാധാരണക്കാരന് ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. സാധാരണക്കാരന് വേണ്ടി ചെറിയ ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് മുദ്ര ലോൺ കൊടുക്കുന്നത്. ഈ മുദ്രാ ലോൺ കൊടുക്കുന്നത് ഈ പറയുന്ന 5 ലക്ഷത്തി സംതിങ് രൂപ നമ്മൾ മുദ്രാ ലോണിന് ചെറിയ ബിസിനസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ഇത് തരുമ്പോൾ തന്നെ നമുക്ക് പല പ്രോസസ്സിംഗ് ഫീ കഴിഞ്ഞിട്ടാണ് ഈ ഫണ്ട് പാസ്സാവുന്നത്. ഇത് കൂടാതെ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് ഓൾറെഡി ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതാണ്. അത് നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നു. ഇത് കൂടാതെ ഇത് ഇൻട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻട്രസ്റ്റിനേക്കാളും വലിയ കട്ടിയുള്ള സംഭവമല്ലേ ഇത്. ഇത്രയും വലിയ എമൗണ്ട് ഇയർലി അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയൊരു എമൗണ്ട് ബാങ്കിൽ നിന്ന് നമുക്ക് പാസ്സാക്കി തന്നിട്ട് ഈ ഇയർലി 8000 രൂപയുടെ അടുത്തൊരു സാധാരണക്കാരൻ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു ദിവസം മുന്നേ നമ്മൾ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമ്മൾ ഇതിന് അടച്ചുകൊണ്ടിരിക്കുന്നു. അടച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ 8000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ അടയ്ക്കും ഇത്? എന്ന ഇൻട്രസ്റ്റ് അല്ല. ഇതിന് പേര് വല്ലത് ഇൻട്രസ്റ്റിന് മാത്രമേ കട്ടിയുള്ള വാക്കുള്ളൂ. ഇത് ഇൻട്രസ്റ്റ് അല്ല, വേറൊരു എന്താ ഇതിന് സ്കീം പറയുന്നത്? ഇതുകൊണ്ട് ഇതിനേക്കാളും ഭേദം ഈ ലോൺ പാസ്സാക്കി കൊടുക്കാതിരിക്കുകയല്ലേ നല്ലത് സാധാരണക്കാരന്. നിങ്ങളൊന്ന് ആലോചിക്കുക. 5 ലക്ഷം രൂപയ്ക്ക് 5 ലക്ഷം രൂപത്തിൽ സംതിങ് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ താഴേക്ക് ഒരു സാധാരണക്കാരൻ എടുക്കുന്നത് എന്ത് ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്? എത്ര പ്രോഫിറ്റ് കിട്ടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രോഫിറ്റിൽ ഓൾറെഡി ഇൻട്രസ്റ്റ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 4-5 പേരായിരിക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുന്നത്. ബാക്കിയെല്ലാം പരാജയത്തിലുമായിരിക്കും. എന്നിട്ട് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇത്തരം രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇയർലി ചാർജ് വരുന്ന കേസൊന്നും ബാങ്കുകാരും പറഞ്ഞു തന്നിട്ടില്ല. ഇതൊക്കെ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്. ഇത് ലോൺ പാസ്സാക്കുന്ന സമയത്ത് ഇങ്ങനെ ഇയർലി നിങ്ങൾക്ക് ഈ 8000 രൂപയുടെ അടുത്തൊരു ചാർജ് വരുമെന്ന് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നമ്മുടെ സൈഡിലേക്കല്ല, ഗവൺമെന്റിന്റെ സൈഡിലേക്കല്ല സാർ. ഇത് നരേന്ദ്രമോദിയുടെ ഒരു സ്കീമിലേക്കാണ് ഈ പോകുന്ന എമൗണ്ട്. നരേന്ദ്രമോദിയുടെ സ്കീം. ഇത് എന്തിനാണ് നരേന്ദ്രമോദി എന്നാ പിന്നെ ഈ സാധുക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്കീം വെച്ചിരിക്കുന്നത്? ഇൻട്രസ്റ്റ് അല്ല, കസ്റ്റമറെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, പൈസയല്ലേ പോകുന്നത്, ഇൻട്രസ്റ്റ് അല്ല. ഇൻട്രസ്റ്റിന് മാത്രമുള്ളൂ കട്ടി. ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രമുള്ളൂ പണത്തിന് വാല്യൂ ഉള്ളൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഇൻട്രസ്റ്റ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. അത്
നമ്മുടെ ബാങ്കിന്റെ സൈഡിലേക്ക് പോകുന്ന എമൗണ്ട് അല്ല, അത് ഗവൺമെന്റ് സെക്ടറിലേക്ക് പോകുന്നതാണ് ആ ഒരു എമൗണ്ട്. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കണത് ഇത് വൺ ടൈം ആയിരിക്കും. ഞാൻ വെച്ചാൽ ഇത് ബാങ്കിന് അറിയാലോ, ഈ സംഭവം ബാങ്കിന് അറിയില്ലേ ഇങ്ങനെ ഒരു സ്കീം വരുന്നുണ്ടെന്ന്? ബാങ്കിന് അറിയാം. ബാങ്കിന് അറിയാലോ. ബാങ്കിന് അറിയുമ്പോൾ കൃത്യമായിട്ട് ഇത് കസ്റ്റമറോട് ബോധ്യപ്പെടുത്തേണ്ട ചുമതലയില്ലേ? എല്ലാ വർഷവും ഇത്രയും വലിയൊരു എമൗണ്ട് ചാർജ് പോകുന്നു ബോധ്യപ്പെടുത്തണ്ടേ? നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ, ഇത്രയും ചെറിയ എമൗണ്ട് ഒരാൾ ഒരു ലോൺ എടുത്താൽ അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ ഈ അംബാനിയും അദാനിയൊക്കെ എടുക്കുന്ന പോലെ കോടികളല്ലല്ലോ എടുക്കുന്നത്. ഈ കോടികൾ എടുത്തിട്ട് അവർക്ക് പ്രശ്നം വരുമ്പോൾ അത് എഴുതി തള്ളുകയും ചെയ്യും സർക്കാർ. ഞാനിപ്പോ ഇത് സംസാരിക്കുന്നത് മറ്റുള്ള സാധാരണക്കാരന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടി സംസാരിക്കുന്നതും അല്ല. എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഒരു സാധാരണക്കാരൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു ലോൺ എടുത്തിട്ട് ഇങ്ങനെ ഓരോ അടവ് വരുമ്പോൾ എങ്ങനെയാണ് പിന്നെ ആത്മഹത്യ വർദ്ധിക്കാതിരിക്കുന്നത്? സാർ അത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. ഞാനും ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്നേ ഉള്ളൂ. എനിക്ക് ഇവിടെയുള്ള അപ്ഡേറ്റ്സ് സാർ അറിയുള്ളൂ. ആ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം ഒന്നും നമ്മളല്ല. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഇതിനൊരു ബോധവൽക്കരണം ബാങ്ക് നടത്തേണ്ടതുണ്ട്. പാസ്സാക്കി കൊടുക്കുന്നതിന് മുമ്പ് ഒരു ബോധവൽക്കരണം ഈ കസ്റ്റമർക്ക് നടത്തേണ്ടത് ബാധ്യത ബാങ്കുകാർക്കുണ്ട്, ഇല്ലേ? നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അടവുകൾ വരും, ഇതൊരു വലിയ എമൗണ്ട് ആണ് എന്ന് പറയണ്ടേ? ഇത് ഓണം ബമ്പർ അടിച്ചിട്ട് 2 വർഷം കഴിയുമ്പോൾ 2 കോടി രൂപ സർക്കാരിലേക്ക് അടയ്ക്കാൻ പറയുന്ന സ്കീമല്ലല്ലോ. അതാണെങ്കിൽ നമുക്ക് 25 കോടി കിട്ടിയിട്ട് 2 കോടി അടയ്ക്കാൻ പറയുമെന്ന് പറയാം. ഇതങ്ങനെയല്ലല്ലോ ആ സ്കീമ്. ഇതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു സാധാരണക്കാരൻ പോയി 5 ലക്ഷം രൂപ വല്ല ലോൺ എടുത്തു കഴിയുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കൂടാതെ പ്ലസ് ഇയർലി 8,000 രൂപ അടയ്ക്കാൻ പറഞ്ഞാൽ ഇതിനേക്കാളും ഭേദം, ഈ സ്കീം കൊടുക്കുന്നേക്കാളും ഭേദം ബാങ്കും മോദിയും കൂടി വിഷം പാക്ക് ചെയ്ത് കൊടുക്കുമല്ലേ നല്ലത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. സാർ എനിക്ക് ഫസ്റ്റ് കോൾ ആണ്. വേറെയും കുറെ ഏജൻസ് ഉണ്ട്, അവർക്ക് കോൾ കണക്ട് ആയിട്ടുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഒരു ഹ്യൂജ് ആൾക്കാര്, എന്തിന് ഒരു 10-ലേറെ ആൾക്കാർ ഈ സെയിം കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തായാലും ഒരു റെസൊല്യൂഷൻ കാണും സാർ. ഒന്നെങ്കിൽ അത് ഇയർലി എന്നുള്ളത് ചിലപ്പോൾ ഇയർലി വൺസ് എന്നുള്ളത് നിങ്ങളെ ആ ഡ്യൂറേഷൻ ഇടയ്ക്ക് ഒറ്റ തവണയാക്കും. അതല്ല എങ്കിൽ ചിലപ്പോൾ അത് റിമൂവ് ആക്കും, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിന്റെ റേറ്റ് കുറയ്ക്കും. ഇപ്പൊ കൺഫേം പറയാൻ പറ്റില്ല സാർ. എന്തായാലും മെയിൽ അയക്കൂ. അപ്പൊ കുറെ കസ്റ്റമേഴ്സ് ഈ സെയിം കൺസേൺ പറയുവാണെങ്കിൽ എന്തായാലും അത് എടുക്കും സാർ.